അടാ ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ ഇല്ലടാ, ഇജ്ജ് പോയിക്കോ. എന്താടാ നീ ഫുഡ് കഴിക്കാൻ വരാത്തെ? ഇപ്പൊ വീടിന്റെ പണി ലാസ്റ്റ് സ്റ്റേജിലാ. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിൽ അത് സേവ് ചെയ്തിക്കാണ്ടേ ഒന്ന് വീടിന്റെ മുകളിലേക്ക് കയറ്റാന്ന് വിചാരിച്ചിട്ടാ. തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. എനിക്ക് എന്റെ വീട്ടുകാരാണ് വലുത്, ഓരെ സേഫ് ആക്കണം. ഇനി ലോൺ എടുത്തിട്ടാണെങ്കിലും നമ്മളെ വീട് വൃത്തിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ വയസ്സാം കാലത്ത് നമുക്ക് നിവർന്ന് കിടക്കാം. അതിന് നിവർന്ന് കിടക്കാൻ നീ ഉണ്ടായില്ലെങ്കിലോ? എല്ലാവർക്കും എല്ലാവരും വീട്ടുകാർ തന്നെയാണ് വലുത്. പക്ഷെ തിന്നാതെയും കുടിക്കാതെ ഒന്നുമല്ല അവരെ നോക്കേണ്ടത്. പിന്നെ ഈ ലോൺ എടുത്തിട്ടും കഷ്ടപ്പെട്ട് തിന്നാതെ കുടിക്കാതെ നീ വീട് വെക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. നീ അത്രയും കാലം ജീവിച്ചിരിക്കുന്നുള്ളതിന് എന്തുറപ്പുള്ളേ? നീ മരിച്ചു പോയാലോ? നീ മരിച്ചു എന്നാണ്ട് വിചാരിക്ക. അപ്പൊ എന്താ ചെയ്യാ? നീ ഇട്ടിരിക്കുന്ന നിന്റെ വസ്ത്രം, നീ കിടന്ന നിന്റെ പായ, ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു കളയും, അല്ലെങ്കിൽ കത്തിച്ചങ്ങ് കളയും. 2 ദിവസം നീ നിനക്ക് വേണ്ടപ്പെട്ടവരും എന്ന് പറഞ്ഞ നിന്റെ ഈ കുടുംബക്കാരും നിന്റെ ഭാര്യയും മക്കളും വരൊക്കെ ഉണ്ടല്ലോ, കരയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോ നീ ഈ തിന്നാതെയും കുടിക്കാതെ ഉണ്ടാക്കുന്ന നിന്റെ ഈ മുതലുണ്ടല്ലോ, നിന്റെ വീടുണ്ടല്ലോ, ഈ ഉണ്ടാക്കിയ സമ്പാദ്യം ഉണ്ടല്ലോ, ഇതിനു വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി കരഞ്ഞവര് തന്നെ തമ്മിൽ അടി ഉണ്ടാക്കുകയും ചെയ്യും. നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ നിനക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീ ഈ തിന്നാതെയും കുടിക്കാതെ ഉണ്ടാക്കുന്ന മുതലൊന്നും നിനക്ക് അനുഭവിക്കാനും കഴിയില്ല. അതാദ്യം മനസ്സിലാക്ക്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നീ കണ്ണാടിന്റെ മുമ്പിലൊന്ന് ചെന്ന് നിൽക്ക്. അപ്പൊ ആ കണ്ണാടിയിൽ കാണുന്ന നിന്റെ രൂപം ഉണ്ടല്ലോ, അതേ നിനക്ക് ജീവിതാവസാനം വരെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാലേ നിനക്കിപ്പോ പ്രിയപ്പെട്ടതായിട്ടുള്ള നിന്റെ ഭാര്യ ഇവരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ വീട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ അങ്ങ് വിടും. നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടില് അവരങ്ങ് സുഖിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കും. അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിലേ നേരത്തിനും കാലത്തിനെ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാക്ക്. അപ്പോഴേ നല്ലപോലെ ജീവിക്കാനും പറ്റുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ ചായ കുടിക്കാൻ പോരുന്നുണ്ടെങ്കിൽ പോരും. അല്ല വേണ്ട, നിക്കടാ, ഞാൻ വരാം. നല്ല പോര്. Download ShareChat.